ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തിക്കുന്നത്. അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റ് ലൈംഗികരണം ഉപയോഗിക്കുക, അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക. മരിയ, നീ ന്യൂസ് കണ്ടോ? ഒരു പെൺകുട്ടിക്ക് രാസലഹരി നൽകി 4 വർഷത്തോളം പീഡിപ്പിച്ചെന്ന്. അപ്പൊ ഈ രാസലഹരി നൽകിയപ്പോ ഈ പെൺകുട്ടി അറിഞ്ഞില്ലായിരുന്നു? അതാണ് ഈ MDMA പോലുള്ള രാസലഹരിയുടെ ഒരു കുഴപ്പം. ഇത് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ അറിയത്തില്ല. പക്ഷെ നമ്മളറിയാതെ നമ്മുടെ പല സ്വഭാവത്തിൽ ഇത് മാറ്റം വരുത്തിക്കൊണ്ടൊക്കെ ഇരിക്കും. നീ പോലീസുകാരൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? പ്രണയത്തിന് അടിമയാക്കുന്നു, പ്രണയക്കെണി. ഈ വാക്ക് നമ്മൾ മുമ്പ് വേറെയും കേട്ടിട്ടൊക്കെ ഇല്ലേ? ഉണ്ട്. ഇത് തന്നെയാണല്ലോ വർഷങ്ങളായിട്ട് നമ്മുടെ സഭാപിതാക്കന്മാരും, കഴിഞ്ഞ ദിവസമാണെങ്കിൽ PC ജോർജ്, അതിനുശേഷം ഷോൺ ജോർജ്, ഇവരെല്ലാവരും ആവർത്തിക്കുന്ന ഇതേ വിഷയം തന്നെയാണ്. അപ്പോഴൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലാണെങ്കിലും പല ചർച്ചകളിലും വന്നിട്ടും എല്ലാവരും ആവശ്യപ്പെടുന്നത് തെളിവ് എവിടെ എന്നാണ്. ഇപ്പൊ ഇതാ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്തായിരിക്കും ഇനി ഈ കാര്യത്തിലൊക്കെ പറയുന്നവർക്ക് വേണ്ടത്? അതല്ല മരിയ രസം. നീ ഒരു MLA മോനെ കഞ്ചാവ് കേസിന് പിടിച്ചതും പിന്നെ വേറൊരു MLA അതിന് പ്രതികരണമായിട്ട് പറഞ്ഞു, നീ ഓർക്കുന്നുണ്ടോ? കുട്ടികളൊക്കെ ആകുമ്പോൾ പുകവലിച്ചെന്നൊക്കെ ഇരിക്കുമെന്ന്. ഈ ഭരണകർത്താക്കൾ തന്നെ ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഇനി എന്നാ ചെയ്യും? ഇപ്പൊ നമ്മള് പഴയൊരു ഉദാഹരണം ഉണ്ടല്ലോ, UK ഗ്രൂമിംഗ് ഗ്യാങ്. അതിന്റെ ഒരു വേറൊരു വേർഷനായിട്ട് നമുക്ക് ഈ കേരളത്തിലെ പ്രണയിച്ചതിനെയൊക്കെ പ്രണയക്കണീനെയൊക്കെ കണക്കാക്കാം. അപ്പൊ അന്ന് അവിടെ 1600-ലധികം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു. അന്ന് വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചിട്ട് അന്നത്തെ അവിടുത്തെ UK ഗവൺമെന്റ് മിണ്ടാതിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ഇതേ രീതി തന്നെ പിന്തുടരാൻ പോവുകയാണെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് കേരളത്തിലെ പാവപ്പെട്ട കുടുംബത്തിലെ മാതാപിതാക്കൾക്കും പെൺകുട്ടികൾക്കും മാത്രമായിരിക്കും. അതുമാത്രമല്ലടോ, നമ്മുടെ പെൺകുട്ടികളെ കുറച്ച് വിവേകത്തോടെയും പക്വതയോടെയും ഒക്കെ പെരുമാറുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ശരിയാടി, അതാണ് പ്രധാനം.